അകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കോമ്രേഡ് ഗ്രൂപ്പിൽ നമ്പർ കണ്ടല്ലോ, സൈബർ ആക്രമണം തുടങ്ങി. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എന്തായാലും കോമ്രേഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ CPM ഇടവണ്ണ ലോക്കൽ കമ്മിറ്റി എന്നൊരു പേജിലാണ് റയാൻ നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ആദ്യം. അത് മാത്രമല്ല പോരാളി ഷാജി എന്ന് പറയുന്ന ഇവരുടെ CPM സൈബർ പോരാളികളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ അതിനകത്ത് സാജിദ് കഞ്ചിരാപ്പുല്ലൻ കൊണ്ടോട്ടി എന്നൊരു കക്ഷി. ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഇപ്പോഴും കോൾ വരുവാണ് കേട്ടോ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1 മണിക്ക് വാർത്ത തുടങ്ങി, ഇത്ര സമയം അതിനിടയ്ക്ക് 10 കോളുകൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പോരാളി ഷാജിയൊക്കെ അവർക്ക് ഒരുപാട് ഇവരുടെ സൈബർ സഖാക്കളുടെ ഒരുപാട് വലിയ കൂട്ടായ്മയാണ്. അപ്പൊ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ എന്ത് നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഇടുന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വായിച്ചു പഠിച്ച് ചൊല്ലിത്തരുമാ. നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് 24 ചാനലിലെ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാം. എന്ന അഭിവാദ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അറിയാലോ, പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും റയാൻ നൌഷാദ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പേര് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ രക്ഷാപ്രവർത്തകർക്ക് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആർക്ക് പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. തെറിവിളി പരത്തെറിവിളി ഒക്കെ തുടർന്നിട്ട് തന്നെ തുടരട്ടെ, നമുക്ക് ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. ജീവിച്ചിരിക്കുന്ന ഇറച്ചിക്കടകൾ എന്ത് ചെയ്യാം, ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഡോക്ടർ വ്യാജകുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ പുതിയ നമ്മുടെ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പൊക്കെ അടിക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതും നടക്കട്ടെ, ഒരു മാറ്റവും ഇല്ലല്ലോ. പ്രിയപ്പെട്ട സഖാക്കളെ, നവസഖാക്കളെ, ഞാൻ അവരെ നമ്മുടെ പഴയ സഖാക്കൾ എന്ന് വിളിക്കാം. നവസഖാക്കളെ, നിങ്ങളുടെ ഈ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പകുത്ത്, നിങ്ങളുടെ ഈ സൈബർ ലിഞ്ചിങ്, നിങ്ങളുടെ ഈ ഫോണിൽ വിളിച്ചുള്ള പരത്തെറിവിളി, പുഴുത്ത തെറിവിളി ഒക്കെ അങ്ങനെ സജീവമായി, വളരെ സജീവമായി അങ്ങനെ തുടർന്നോളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ പണിയുമായി പോകും, ഞാൻ എന്റെ പണിയോട് പോകാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്നു? പിന്നെ അതിനിടയ്ക്ക് കോമ്രേഡ്സ് PJ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഇറച്ചിയിൽ എന്താണ് മണ്ണ് പറ്റും എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് കണ്ടിരുന്നു. വളരെ മോശമായി പോയി. കയറി വെട്ടുന്നാണ്. അങ്ങനെ വേറെ വെട്ടാനും കൊല്ലാനും ഒക്കെ വന്ന വാന്നി നമുക്ക് അപ്പം നോക്കാം. ഇപ്പൊ ഒരാൾ കൊല്ലും എന്നങ്ങ് പേടിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വിട്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമുക്ക് അവിടെ നോക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കൂ, ഞാൻ എന്റെ പണിയെടുത്തോളാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.